നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മുത്തശ്ശ, ഇന്നലെ പാതിരാത്രിക്ക് ശേഷം മുത്തശ്ശൻ എന്തിനാ മുറിക്ക് പുറത്തിറങ്ങിയത്? ഇന്നലെ പാതിരാത്രിയില് ഞാൻ പുറത്തിറങ്ങിയെന്നോ? ഹേയ്, മോക്ക് തോന്നിയതായിരിക്കും. എനിക്ക് തോന്നിയതൊന്നുമല്ല. ഈ വടിയും കൊണ്ടേ മുറിയിലേക്ക് കയറിപ്പോകുന്ന മുത്തശ്ശനെ തന്നെ ഞാൻ കണ്ടത്. അതിലൊരു സംശയമില്ല. ശരിയാ, ഇന്നലെ എപ്പോഴോ പെട്ടെന്നൊരു ഇടിയും മിന്നലും ഒക്കെ ഉണ്ടായി. പിന്നെ ഉറങ്ങിയില്ല. ഫാനിന്റെ കാറ്റില്ലാത്തോണ്ട് കറണ്ട് ഇല്ലാന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ പുറത്തേക്കൊന്ന് ഇറങ്ങി നടന്നതാ. ഇത്രയും സമ്മതിച്ച സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ മുത്തശ്ശ? മോള് ചോദിക്കേ. മോക്ക് എന്താ അറിയേണ്ടത്? അത് മുത്തശ്ശൻ എന്തിനാ ഗായത്രിയമ്മയുടെ ഫോട്ടോയ്ക്ക് മുമ്പിൽ ചെന്ന് നിന്നത്? എന്റെ പൊന്നു മോളെ, ഞാനൊന്ന് കാറ്റ് കൊള്ളാൻ പുറത്തേക്ക് ഇറങ്ങിയതാ. ഇറങ്ങിയപ്പോ ഒന്ന് നടക്കാൻ തോന്നി. സ്റ്റെപ്പുകളുടെ എണ്ണം നോക്കിയപ്പോ മോള് ഗായത്രിയമ്മയുടെ ചിത്രം കാണിച്ചിരുന്ന സ്ഥലമാണെന്ന് മനസ്സിലായി. അങ്ങനെ അവിടെ നിന്നതാ. അതെയോ? ആ, പിന്നെ ഞാനൊരു രഹസ്യം പറയട്ടെ? പറയൂ പാർവതി, ഞാൻ ആരോടും പറയില്ല. മുത്തശ്ശനെ ഈ വീട്ടിലേക്ക് അയച്ചത് ഗായത്രിയമ്മയാണെന്ന് ഞാൻ പറഞ്ഞ മുത്തശ്ശൻ വിശ്വസിക്കോ? അല്ല, എന്തുപറ്റി ഇപ്പൊ അങ്ങനെ ഒരു തോന്നലുണ്ടാവാൻ? സത്യം അതാ മുത്തശ്ശ. ഗായത്രിയമ്മ എന്നോട് പറഞ്ഞു മുത്തശ്ശനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരണമെന്ന്. ചില സ്വപ്നങ്ങൾ ഫലിക്കും മോളെ. ഞാൻ വിശ്വസിച്ചു. നീ പറയുന്നത് ആര് വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ വിശ്വസിക്കും. പിന്നെ മോളെ, നാളെയല്ലേ മോളെ വിശാൽ സാറിന്റെ പിറന്നാള്? അതെ മുത്തശ്ശ, നാളെ വിശാൽ സാറിന്റെ ജന്മദിനം. അല്ല, വിശാൽ സാറിന്റെ ജന്മദിനം നാളെയാണെന്ന് മുത്തശ്ശൻ എങ്ങനെ അറിയാം? ഇവിടെ ആരോ പറയുന്ന കേട്ടു. ഞാൻ കേട്ടത് ശരിയാണോ മോളെ? നാളെ വിശാൽ സാറിന്റെ പിറന്നാളാണോ? അതെ മുത്തശ്ശ, നാളെ തന്നെ വിശാൽ സാറിന്റെ ജന്മദിനം. വിശാൽ സാറിന്റെ പിറന്നാളിന്റെ അന്ന് ഈ കരക്കാർക്കെല്ലാം ഗായത്രിയമ്മ സമ്മാനം നൽകുമായിരുന്നു. ആ സമ്മാനം ഞാനും ആൾക്കൂട്ടത്തിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അതെല്ലാം ഇന്നലെ കഴിഞ്ഞ പോലുണ്ട്. മോൾക്കറിയോ, എന്റെ പിറന്നാളും നാളെയാണ്. അതെ മുത്തശ്ശ. എന്നാ എന്റെ മുൻകൂർ ജന്മദിന ആശംസകൾ. ഒപ്പം എന്റെ വക ഒരു പിറന്നാൾ സമ്മാനം കൂടി ഉണ്ട് കേട്ടോ. അതെന്താ മോളെ? അത് നന്നായി മോളെ. ഇത് മുഖത്തുണ്ടെങ്കിൽ ഒരു ബലവാ. ശരി മുത്തശ്ശ, മുത്തശ്ശൻ ചായ കുടിച്ചോ? ഞാനൊന്ന് അടുക്കളയിലോട്ട് പോട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.